ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡ്രസ്സസിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ബാപ്റ്റിസം ഡ്രസ്സസിനെ പറ്റി. നമുക്ക് ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും ബാപ്റ്റിസം ഡ്രസ്സസ് ഉണ്ട്. യൂഷ്വലി പേരൻസിന് എല്ലാവരും ഫസ്റ്റ് ടൈം പേരൻസ് ആയിരിക്കും മിക്കവാറും എല്ലാവരും. അവർ ഭയങ്കര വറീഡ് ആയിരിക്കും. നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എങ്ങനത്തെ ആയിരിക്കും, കുട്ടികൾക്ക് കംഫർട്ടബിൾ ആയിരിക്കുമോ, അവർക്ക് അതിട്ടുകൊണ്ട് ഫുൾ ഫങ്ഷൻ അത് ക്യാരി ചെയ്യാൻ പറ്റുമോ, അങ്ങനെ കുറേ ഡൗട്ട്സ് ഉണ്ടാവാറുണ്ട്. നമ്മൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ബോയ്സിൻ്റെ നമ്മൾ മെയിനായിട്ട് പ്യുവർ കോട്ടൺ അല്ലെങ്കിൽ ലിനൻ ഫാബ്രിക്കിലാണ് ചെയ്യുന്നത്. ഗേൾസിനാണെങ്കിലും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം നെറ്റിൽ ചെയ്യാം, ഓർഗൻസയിൽ ചെയ്യാം, നമ്മൾ ഗൗൺ സാറ്റിൻ മെറ്റീരിയൽ ചെയ്യും. പിന്നെ ഒട്ടും ഫാൻസി ആയിട്ടുള്ളത് വേണ്ട എന്നുള്ളവർക്ക് നമുക്ക് കോട്ട ഫാബ്രിക് ഉണ്ട്, പ്യുവർ ലിനൻ ഫാബ്രിക്കിൽ തന്നെ നമുക്ക് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് ആ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇതിൽ പിന്നെ ഡ്രസ്സസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ബേബിയുടെ നെയിം നമുക്ക് ഹാൻഡ് എംബ്രോയിഡറി ചെയ്തെടുക്കാം. ബോയ്സിൻ്റെ ആണെങ്കിൽ നമുക്ക് ആ യോക്ക് പോർഷനിൽ, ഗേൾസിൻ്റെ ആണെങ്കിൽ വേസ്റ്റ് ബാൻഡിൻ്റെ അവിടെയോ അല്ലെങ്കിൽ കോളറിൻ്റെ അവിടെയൊക്കെ നമുക്ക് പേര് എംബ്രോയിഡറി ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഹാൻഡ് എംബ്രോയിഡറീസ് കൊടുക്കും. അപ്പം ഒരു പ്യുവർ ലിനൻ മെറ്റീരിയലാണ് നിങ്ങൾ എടുക്കുന്നത്, അതിൽ ഫ്ലോറൽ എംബ്രോയിഡറീസ് ഒക്കെ കൊടുത്ത് നമുക്കതിനെ ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടി പറ്റും. ഗേൾസിൻ്റെ ഡ്രസ്സസിൽ ഇപ്പോൾ ഈ പറയുന്ന നെറ്റും ഓർഗൻസയൊക്കെ യൂസ് ചെയ്യുന്നെങ്കിൽ നമ്മൾ എല്ലാ ഡ്രസ്സസിൻ്റെയും താഴെ നമുക്ക് കോട്ടൺ ലൈനിങ് ഉണ്ടാവും. അതായത് കുട്ടിയുടെ ബോഡിയിൽ ടച്ച് ചെയ്യുന്നത് കോട്ടൺ ആയിരിക്കും. അതുകൊണ്ട് അവർക്ക് കംഫർട്ടബിൾ ആയിരിക്കും. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബയോയിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ ഉണ്ട്, സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങൾക്ക് അതിൽ കോൺടാക്റ്റ് ചെയ്യാം.